എങ്ങോട്ടൊക്കെ പോണ സി പ്ലാനൊന്നുമില്ല പ്രത്യേകിച്ച്. കല്യാണം കാള് വാട്ടർഫാൾസ് ട്രക്കിംഗ് ആണ് നമ്മൾ കരുതുന്നത്. പക്ഷേ എത്തും അറിയില്ല, കാരണം ട്രെയിൻ എടുത്തിട്ടൊന്നുമില്ല, സ്റ്റേഷന് കറക്റ്റ് അറിയൊന്നുമില്ല. പോയി നോക്കാണ്. കേൾക്കുണ്ടാവാമോ? മൈക്കൊന്നുമില്ല. ഓക്കെ ഓക്കെ കഴിയണമാതിരി പറയാൻ മതി. അപ്പോൾ പ്ലാനൊന്നുമില്ല പ്രത്യേകിച്ച്, അങ്ങനെ ഇറങ്ങിയാണ്. എന്നിട്ട് നമ്മൾ എത്തുമോ നോക്കാം. അപ്പം നമ്മൾ ഊബർ എടുത്തു. നമ്മളിവിടെ ലിങ്കംപള്ളി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ അല്ലേ? ലിങ്കംപള്ളി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ കല്യാണത്തിലുള്ള ട്രെയിൻ കിട്ടും. ബുക്ക് ചെയ്തിട്ടില്ല, ജനറലി എടുത്തിട്ട് വേണം പോകാൻ. കിട്ടുമോ നോക്കാം. 1 മിനിറ്റ് മാത്രമാണ് വെയിറ്റിംഗ് ടൈം ഉള്ളത് അവിടെ, സ്റ്റോപ്പ് ഉള്ളത് ട്രെയിനിന് അല്ലേ? അപ്പോൾ പോയി നോക്കാം, കിട്ടുമോ നോക്കട്ടെ. എന്തായാലും 2 ദിവസം ലീവാണ്, ഡ്യൂട്ടിക്ക് ഒന്നും പോകണ്ട. അപ്പോൾ എന്തായാലും എങ്ങോട്ടേലൊക്കെ പോകും. അപ്പം നമ്മളിപ്പോൾ ലിങ്കംപള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇപ്പോൾ ലിങ്കംപള്ളി, ലിങ്കംപള്ളി ഇവിടുന്ന് ട്രെയിന് 11:10 11:05 ട്രെയിൻ. അപ്പോൾ ജനറൽ ടിക്കറ്റ് അടുത്തുള്ളത്. അപ്പോൾ ആകെ 1 മിനിറ്റേ ഉള്ളൂ ഇവിടെ സ്റ്റോപ്പ്. ആ ടൈമിൽ ജനറലിൽ കയറി പറ്റാൻ നോക്കാം. എന്തായാലും തിക്കിന്ന് ഇറങ്ങി പോകേണ്ടി വരും. ട്രെയിനിൻ്റെ അവസ്ഥ എന്താവും അറിയില്ല. പിന്നെ നാളെ 12 മണിക്കൂറാണ് കറക്റ്റ് ഉള്ളത്. നാളെ 11 മണിയൊക്കെ ആകുമ്പോഴേ എത്തണ്ടാവും. നല്ല കൊതുകുണ്ട്, കാണുന്നുണ്ടോ? കാണില്ല. ആൾക്കാരെ കൈ വെറുതെ ഇങ്ങനെ ട്രാഫിക് പോലീസുകാരല്ല കണ്ടോ? ഇങ്ങനെ ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. എന്ത് കുഴപ്പമില്ല, കിട്ടിയ ഗ്യാപ്പ് കൂടിയൊക്കെ കടിച്ചിട്ടുണ്ട്. എങ്ങനെ ഡാൻസ് എങ്ങനെ ജനറൽ കമ്പാർട്ട്മെന്റ് കയറിയിരിക്കുകയാണ് ഗായ്സ്. സീറ്റൊന്നുമില്ല, താഴെയാണ് ഇരിക്കണേ. എങ്ങനെയുണ്ട്? ഞാൻ ആക്ച്വലി ഇങ്ങനെ 3-ാം വട്ടം. ഞാൻ ആദ്യമായിട്ടാണ്. അല്ലാതെ ഞാൻ മറ്റേ ജനറലിൽ പോയിപ്പോ, പക്ഷെ അത് നോർമൽ പാസഞ്ചർ ട്രെയിനിൽ മാത്രം. എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടു. തുടങ്ങിയിട്ടേ കാണാൻ കിടക്കണേ ഗ്യാപ്പ് കിട്ടിയാൽ ഇരിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയാൽ നമുക്ക് എവിടെ ചെറുതായിട്ട് ഇങ്ങനെ വെക്കാനൊരു സ്ഥലം കിട്ടിക്കണു. വലിയ തിരക്കി ഇവിടെ തിരക്കി കിടക്കാനുള്ള സ്ഥലം. അതാണ് നമ്മളെ എയിം. അങ്ങനെയൊക്കെ ഒരു വായു ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങളവിടെ ഈ ഡോറിൻ്റെ അവിടെ ഫുൾ ഡോറൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ വായു പറഞ്ഞിട്ട് ഞങ്ങളവിടെ ഇരിക്കണേ, ഇങ്ങോട്ട് പോയി അവിടെ സ്ഥലമുണ്ട്. എന്നിട്ട് ഓനെ ഇവിടെ നിൽക്കുന്നതിലേക്ക് ഒരു സ്ഥലം ഉണ്ടാക്കി തന്നാൽ ഞങ്ങൾ അവിടെ കയറി. എന്നിട്ട് ഓൻ്റെ ഫുഡും തന്നെ ആക്ച്വലി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് തീറ്റിച്ചു. ഫുഡൊക്കെ അല്ലേ തന്നു, നല്ല തീറ്റിച്ചു. ഫ്രൈഡ് റൈസ് ടൈപ്പ് ചിക്കനൊക്കെ തീറ്റിച്ചു. എന്നിട്ട് ഓനത് ഏത് സ്റ്റേഷനിലാണ് എന്തായാലും മാക്സിമം 2 മണിക്കൂറാണ് ട്രെയിനിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂടെ കിടക്കാനും ഗ്യാപ്പ് ഇട്ടു, ചെറിയ ഗ്യാപ്പ് ഇട്ടപ്പോൾ ഞങ്ങൾ കിടന്നു. കുഴപ്പമില്ലാതെ ഉറങ്ങി. അപ്പോൾ 7:30 എത്താനായിരിക്കും. ഒരു 3-4
4 സ്റ്റേഷൻ ഉണ്ടാവും അല്ലേ? ഓക്കെ. വീണ്ടും ആൾക്കാർ കയറി. ബാക്കി അവിടെ എത്തിയിട്ട് കല്യാണം റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മൾ 12 മണിയാകുമ്പോൾ എത്തിയാണ്. അവിടുന്ന് നേരെ കല്യാൺ ST ബസ് സ്റ്റാൻഡ് ഒക്കെ ഉണ്ട്. കുറഞ്ഞ ദൂരമുള്ളൂ, അതിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ നടക്കാനുള്ള ദൂരമുള്ളൂ. ഇപ്പോൾ അതിൻ്റെ മെയിൻ ബസ് സ്റ്റാൻഡ് റെനോവേഷൻ നടക്കുകയാണ്. അതുകൊണ്ട് അതിപ്പോൾ വർക്കിംഗ് അല്ല. അപ്പോൾ ചെറിയൊരു രീതിയിലുള്ളൊരു ബസ് സ്റ്റാൻഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് മൈൽസേജ് കെട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇത് വരുന്നത്. അങ്ങോട്ട് പോകണ ഏത് ബസ്സിലും കയറാൻ പറ്റും. അങ്ങോട്ട് പോകണ വഴിക്ക് ഒരു 79 കിലോമീറ്റർ ഉണ്ട്. 2 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടാവും. അവിടെ സവർണ വില്ലേജ് എന്ന് പറഞ്ഞ വില്ലേജിലാണ് ഇറങ്ങാറുള്ളത്. മൈൽസേജ് കെട്ട് എത്തുന്നതിൻ്റെ ഒക്കെ മുന്നാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുന്ന് പിന്നെ സവർണ വില്ലേജിൽ പോകണം. അവിടെ റൂം നോക്കണം. അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു തിരുത്തി വില്ലേജ് അങ്ങനെ പറഞ്ഞിട്ട് വേറൊരു വില്ലേജ് ഉണ്ട്. അവിടെ പോയാലും അവിടെ ഒരു റൂം നോക്കും. അപ്പോൾ അത് നോക്കാം. അത് അവിടെ എത്തിയിട്ട് അതിനനുസരിച്ച് നോക്കാം. അത് ഇവിടുന്ന് 79 കിലോമീറ്റർ പോകാൻ ടിക്കറ്റ് ചാർജൊക്കെ എത്രയാണെന്നാവാൻ നോക്കാം. ഓക്കെ. ഇതിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുള്ള വ്യൂ കണ്ടോളൂ കേട്ടോ. ഈ എന്താ അടിപൊളി, എന്താണ് വ്യൂ? ഫുള്ള് ഗ്രീനറിയാണ്, അടിപൊളി. അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് കണ്ടോ സുമോ? അവിടെ ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട്. അപ്പോൾ ആർമന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കണ്ടോ, കാണുന്നുണ്ടോ? കാണുന്നില്ല. അവിടെ വൈറ്റ് വാട്ടർഫാൾ, അവിടെ ചെറുത് വണ്ടോ വടപ്പം. ഇവിടെ എല്ലാവരും കഴിക്കുന്ന സാധനമാണ്. എപ്പോഴും കഴിക്കും, രാവിലെയും വൈകുന്നേരമൊക്കെ വടപ്പം ഇങ്ങനെ കഴിക്കുന്നത്. ഇത് പാവാണ്, ഈ ബണ്ണ് പാവ് എന്നതിനോടെ. ഇത് വട, നമ്മളെ നാട്ടിലെ മസാല പോണ്ട ഒരു സാധനം. അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ക്രഷ് ചെയ്യും. എന്നിട്ട് അതിക്ക് ഇതേപോലെ ചുവന്ന ചമ്മന്തി ഉണ്ടാവും. ഇന്നിപ്പോൾ ട്രെയിന് കഴിച്ചപ്പോൾ ഈ ചമ്മന്തി ഇല്ലായിരുന്നു, ഇങ്ങനെ ചമ്മന്തി ഉണ്ടാവും. അതിൻ്റെ ഒരു മുളകും വെക്കും, നമ്മൾ മുളകും തരും ഇങ്ങനെ. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുക. രസമുണ്ടോ? അടിപൊളിയാണ് അല്ലേ? പിന്നെ നമ്മളൊരു മസ്ക ബണ്ണ് പറഞ്ഞു നോക്കി. അതിലെങ്ങനെ വെച്ചാൽ ഒരു കറി മാറ്റ സാധനം, അതിൽ കുറേ മിക്സാവും. കുഴപ്പമില്ല, പക്ഷെ ചായ അത് പോരാ. അതിന് ഹൈദരാബാദത്തെ ചായൻ്റെ രസം. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി മൽസേജ് ഘട്ടിൽ നിർത്തി തന്നു. വ്യൂ പോയിന്റ് ഇവിടെയാണ് ഇപ്പോൾ വ്യൂ പോയിന്റ് ഉള്ളത്. ഈ ഒരു സ്ഥലത്താണ് നിർത്തിയതുള്ളത്. ഇതുണ്ടോ, ഇവിടെയാണ് ബസ്. ഇവിടെ കുറച്ച് കടകളൊന്നും ഉണ്ട്. അത് ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ ചെറുതല്ല, അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ കേട്ടോ. അടിപൊളിയാണ്. ഇതുണ്ടോ, ഇതുണ്ടോ, ഇത് പിരമിഡ് പോലെ നിൽക്കണമൊക്കെ. ഇത് ഇത് നോക്കി, പിരമിഡ് പോലെ നിൽക്കും. ഭയങ്കര അടിപൊളിയാണ് ഈ വ്യൂ പോയിന്റ്. കല്യാണത്തിന് ഇങ്ങനെ എടുത്തില്ല. फोटोग्राफर के हाथ में आ गए दोस्त, फोटोग्राफर जल्दी छोड़ते नहीं है. टर्न 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 टर्न. സ്റ്റോറേജ് ഫുള്ളാണ്. താങ്ക് യു. ഫോട്ടോസ് ഒന്ന് കാണിച്ചു. അതുണ്ടോ, കല്യാണത്തിനും കൂടി ഞങ്ങൾ ഫോട്ടോഗ്രാഫർ ഇങ്ങനെ എടുത്തൊന്നുമില്ല. ജാതി ഫോട്ടോഗ്രാഫിയാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്തത്. അതായത് സ്റ്റോറേജാണ് ഫുള്ളായിരുന്നു. ആകെ തലങ്ങും 360 ഡിഗ്രിയിൽ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുത്തിട്ടെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇതേമാതിരി ലക്കൊന്നും ആർക്കും കിട്ടില്ല കേട്ടോ. ജാതി ലക്ക് പറച്ചാണേ ആക്കട്ടെ. ഇതാണ് നമ്മൾ നടന്നെത്തിയ സ്ഥലം. അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഓ, കുഴങ്ങിക്കണെങ്കിലും ഈ വ്യൂ ഒക്കെ കാണുമ്പോൾ പറ്റിയ സ്പോട്ടാണ്. ടെൻ്റില്ലാതെ പോയി, അല്ലെങ്കിൽ നമുക്ക് ടെൻ്റ് അടിക്കാം. ഒരു വെള്ളമുണ്ട് അടുത്തലും. നമുക്ക് ടെൻറ്റ് വാങ്ങണം. ഓക്കെ, സോ കുറച്ചുകൂടി അവിടെ പോയാൽ സ്റ്റേ ഉണ്ട്. സ്റ്റേ കിട്ടുമോ നോക്കട്ടെ, എത്രയാണ് എന്താന്നൊക്കെ ഒന്ന് നോക്കി നോക്കട്ടെ. ബ്യൂട്ടിഫുൾ
അടിപൊളിയല്ലേ? അടിപൊളി. അടിപൊളി വ്യൂ അല്ലേ ഇതൊക്കെ? വീഡിയോയിൽ ഇപ്പൊ എത്രത്തോളം കിട്ടുന്നുണ്ടെന്നാവോ? ഭയങ്കര ഗ്രീനിഷ് ആണല്ലേ? വീഡിയോയിൽ ഈ ഭംഗി അതിൽ കിട്ടുന്നുണ്ടോ? ഭയങ്കര ഗ്രീനിഷ് ആണ്. നമ്മൾ MTDCന്റെ സ്റ്റേ ഉണ്ട് ഇവിടെ. MTDCന്റെ സ്റ്റേക്കാണ് നമ്മൾ പോണത്. അതിലേക്ക് പോവാൻ നോക്കുക. പോയി റൂം ഉണ്ടാവോ നോക്കട്ടെ. നല്ല ക്ഷീണമുണ്ട്, അതെ, ഒന്ന് ഉറങ്ങണം. പിന്നെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ഇതിൻ്റെ മുകൾ ഭാഗം, കാട് വാട്ടർഫാൾസിൻ്റെ. ഇതൊക്കെ അവിടെ കുറേ ചെറിയ വാട്ടർ സ്പോട്ടൊക്കെ ഉണ്ടാവും. കണ്ടോ, MTDC മൽഷേജ് ഘട്ട്. വ്യൂ നോക്കിയാൽ അടിപൊളി വ്യൂ. അടിപൊളി വ്യൂ. അപ്പോൾ നമ്മൾ റൂം ബുക്ക് ചെയ്തു. MTDCൻ്റെ മഹാരാഷ്ട്ര ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിലാണ് ബുക്ക് ചെയ്തത്. പക്ഷേ അതിൻ്റെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. റൂം വലിയ ആവറേജ് റൂം മാത്രമാണ് പറയാൻ പറ്റുള്ളൂ, വലിയ. പക്ഷെ ഇതിൻ്റെ വ്യൂ നോക്കി, വ്യൂ ആണ് അടിപൊളി. വ്യൂ ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വ്യൂ. ഈ റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്, ഡയറക്റ്റ് വ്യൂ. അടിപൊളി. കോട ഇറങ്ങണുണ്ടോ? കോട ഇറങ്ങണുണ്ടോ? ഹൈദരാബാദത്തെ ബൈക്കുകൾക്കൊന്നുമില്ല. അവർക്ക് പുല്ലെടുത്ത് കൊണ്ടേ കൊടുക്കണം തിന്നാൻ. പിന്നെ വേസ്റ്റ് തിന്നാൻ വെക്കണം ഹൈദരാബാദ്. ഇത് നോക്കിയത് അവിടേക്ക് കാണുന്നുണ്ടോ? ഫുള്ള് കോട ഇറങ്ങണുണ്ടോ? സുമോ, കോട അങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഇതാണ് റൂമിൽ നിന്നുള്ള വ്യൂ. അങ്ങനെ ഡയറക്റ്റ് ഫുൾ ഗ്രീനറിയാണ് റൂം വ്യൂ. ഇനി നമുക്ക് പോകാനുള്ള അവിടേക്കാണ്. അവിടെയാണ് കാല് വാട്ടർഫാളിൻ്റെ മുകളിലത്തെ വ്യൂ ഉള്ളത്, അപ്സൈഡ് വ്യൂ ഉള്ളത് അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ ചുറ്റി, ഇതുകൂടെ ഇങ്ങനെ ചുറ്റി അങ്ങനെ പോകണം. അങ്ങോട്ട് എങ്ങനെയാണ് പോകാന്നുള്ളത് ഇന്ന് രാത്രി നോക്കണം, എന്നിട്ട് നാളെ രാവിലെ നേരത്തെ ഇറങ്ങി നോക്കണം. ഓക്കെ അല്ലേ? നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇവിടെ, അത് കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ. പിന്നെ 3 മണിക്ക് ട്രെയിനാണ്. അപ്പോൾ ഒരു ടൈറ്റ് ഷെഡ്യൂളാണ്. അതാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം. ആകെ 2 ദിവസം നമുക്ക് ലീവ് ഉള്ളൂ. ഇതാണ് MTDCൻ്റെ കോമ്പൗണ്ട് കേട്ടോ. ഇതിൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമുള്ളൊരു കോമ്പൗണ്ടാണ്. പക്ഷെ ഇത് നല്ലൊരു ഏരിയ. ഇത് അങ്ങോട്ട് ഇപ്പോൾ ഫുള്ള് കോട മൂടിക്കണം. അവിടെ ഫുള്ള് ഇതാണ്, ഫുള്ള് ഗാർഡ്സാണ്, വാലി ഇതാണ്. ഫുള്ള് ഗ്രീനറിയാണ്. ഭയങ്കര അടിപൊളി സ്ഥലമാണ് കാണാൻ. ഇത് കണ്ടോ, കോട ആകെ ഇറങ്ങണം. ഇപ്പോൾ സമയത്രേ? ഓക്കെ, 7 മണി ആവാനായിട്ടോ. ഫുള്ള് ഇരുട്ടായില്ല. അപ്പോൾ കോട ഇങ്ങനെ കയറി വരികയാണ്. ഫുൾ സെറ്റായി ഇങ്ങനെ വരികയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എവിടെ നോക്കിയാലും ഗ്രീനറിയാണ്, ഫുള്ള് ഗ്രീനറി. എവിടെ നോക്കിയാലും അവിടെയാണ് നമ്മൾ ഇറക്കിയത്. അത് അവിടെ ചെറിയൊരു, അവിടെ നമ്മൾ ബസ് ഇറങ്ങി. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ നടന്ന് ഒരു 3 കിലോമീറ്റർ നടന്നുണ്ടാവും ഇതുവരെ. എന്നിട്ട് MTDCൻ്റെ ഇതിൽ റൂം എടുക്കുകയാണ് ചെയ്തത്. നമ്മൾ 3 കിലോമീറ്ററോളം അവിടുന്ന് നടന്നിട്ട്. ഇനി ഇവിടെ ഒന്ന് പോയോട്ടെ. ഇവിടെ കുറച്ച് ഇരുട്ടായിരിക്കണം അല്ലേ? എന്നാലും ജസ്റ്റ് നല്ല കോട ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. പിന്നെ രാവിലെ നേരത്തെ ഇറങ്ങണം. ഒരു 4 മണിക്ക് നീച്ചിട്ട് ഇറങ്ങിയിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാള് വാട്ടർഫാൾ ഉണ്ട് അവിടെ. അതിൻ്റെ അപ്സൈഡ് വ്യൂ ആണ് നമുക്ക്. ഓക്കെ, അതാകുമ്പോൾ നടന്നിട്ട് കാണാൻ പറ്റും. മറ്റേത് 18 കിലോമീറ്റർ താഴെ പോയി സവർണ പറഞ്ഞ ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൽ നിന്ന് പിന്നെയും 2 കിലോമീറ്റർ ഉണ്ട്.
നമുക്ക് അതിനുള്ളൊരു സമയം ഇപ്പം ഇല്ല. കാരണം സവർണ വില്ലേജിലേക്ക് തന്നെ ഇവിടുന്ന് 18 കിലോമീറ്ററോളം ഉണ്ട് അല്ലേ? അപ്പോൾ അതിനുള്ളൊരു സമയമല്ല, അതിനുള്ളൊരു സമയം നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് ആകെ രണ്ട് ദിവസമാണ് ലീവ് ഉള്ളത്. വ്യാഴാഴ്ച ഡ്യൂട്ടിക്ക് കയറിനാവും. നാളെ 3 മണിക്ക് ട്രെയിൻ ഉണ്ട്, അതിന് കയറിയാലേ എത്തുള്ളൂ. ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് കയറാൻ. അപ്പോൾ നല്ല സങ്കടമുണ്ട്. പക്ഷെ നമ്മൾ വരും. ഞാൻ എൻ്റെ ബൈക്കും കൊണ്ട് വരാനാണ് എനിക്ക് പ്ലാൻ. ടെൻറ്റ്, കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ എൻ്റെ ബൈക്കും ഇങ്ങോട്ട് കയറ്റിയിട്ട് ഞാൻ കൊണ്ടുപോകും. അതാ ഇവിടെ എങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി? ഇവിടെ ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതാ വാലി വ്യൂ റൂംസ് ഇതാ അവിടെ ഉണ്ടോ? ഇതാണ് വാലി വ്യൂ റൂംസ്. ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളെന്തായാലും വരും. എൻ്റെ ബൈക്കും കൊണ്ട് തന്നെ വരും. മഹാരാഷ്ട്ര മൊത്തം കറങ്ങാനാണ്. അത് മാത്രമല്ല, കാള് വാട്ടർ ഫാൾസിൻ്റെ അടിഭാഗം കാണും, പിന്നെ ലോണാവല, അങ്ങനത്തെ ഹരിഹർ ഫോർട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് മഹാരാഷ്ട്ര. ഫുള്ള് കവർ ചെയ്യും മഹാരാഷ്ട്ര. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഉഷാറാക്കും. ഓക്കെ, നമ്മളെ രണ്ടാളെയും കൂടി ഒരുമിച്ചുള്ള ആദ്യത്തെ വീഡിയോ ആണത്. ട്രാവൽ വീഡിയോ ആണ്. ഇതൊരു തുടക്കമായി മാറും എന്ന് കരുതുന്നു, ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോ നല്ല ലെങ്ത് ഉള്ള കാരണം ട്രക്കിങ്ങിൻ്റെ വീഡിയോ നമ്മൾ വേറൊരു പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.